രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന റിനി ആൻഡ് ജോർജിന്റെ മുഖം മൂടി ഏതാണ്ട് അഴിഞ്ഞു വീണിട്ടുണ്ട്. ഇപ്പോൾ റിനി എത്തിച്ചേർന്നിരിക്കുന്നത് ആ വിവാദങ്ങളുടെ ആസൂത്രകർ ആരാണോ അവരുടെ അടുത്ത് തന്നെയാണ് എന്നതാണ് രസകരം. CPMന്റെ പെൺ പ്രതിരോധ സംഗമത്തിലാണ് ഇന്നലെ റിനി എത്തിച്ചേർന്നത്. രാഹുൽ വിഷയത്തിന് പിന്നിലെ ഗൂഢാലോചന ഒന്നുകൂടി വെളിവാക്കാൻ എന്തുകൊണ്ടും ഇത് സഹായകമായി എന്ന് തന്നെ വേണം കരുതാൻ. മുൻ മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പങ്കെടുത്ത റിനി പറയുന്നത്, എനിക്കൊരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ്. താനത് തുറന്നു പറഞ്ഞു. പക്ഷേ ആ പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതി ആ നേതാവിന്റെ പേര് പറഞ്ഞില്ല. ആരെയും വേദനിപ്പിക്കാനോ തകർക്കാനോ ഉദ്ദേശമുണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്ന ചോദ്യമാണത്രേ താൻ ഉന്നയിച്ചത്. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ ധാർമ്മികതയോടെ പെരുമാറണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നുമുള്ള കാര്യം മാത്രമാണ് താൻ പങ്കുവച്ചത്. പക്ഷേ ഭയാനകമായ സൈബർ ആക്രമണമാണ് ഇതുകൊണ്ട് നേരിടേണ്ടി വന്നതെന്നാണ് റിനി ഉയർത്തുന്ന വാദം. കോൺഗ്രസിന്റെ നേതാവിനെ നന്നാക്കാനുള്ള ഉദ്ദേശം മാത്രമായിരുന്നു റിനിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ അത്രയേറെ റിനിക്ക് പിന്തുണയേകിയതിനാൽ തന്നെ ഒരു കോൺഗ്രസ് സദസ്സിലായിരുന്നു റിനി പ്രസംഗിച്ചിരിക്കുക. ഇത് പക്ഷേ അങ്ങനെയല്ല. വലതിനെ നന്നാക്കാൻ എന്ന വ്യാജേന ആരോപണമൊക്കെ സൃഷ്ടിച്ച് നേരെ പോയത് ഇടതു സദസ്സിലേക്ക്. ഇത് തന്നെ ആരോപണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതിന് പിന്നിൽ CPM തന്നെ എന്നത് അടിവരയിടുകയാണ്. നടിയെ ഏതായാലും ശൈലജ ടീച്ചറും പാർട്ടി നേതാവ് KJ ഷൈനുമൊക്കെ CPMലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു. KJ ഷൈൻ പറഞ്ഞ പോലെ സ്ത്രീകളെ സ്മാർട്ട് വിചാരം ചെയ്യുന്നവരുടെ കൂട്ടം കോൺഗ്രസിൽ ഉള്ളതിനാലാകാം ഒരുപക്ഷെ പുണ്യവാന്മാരാകാം നേതാക്കൾ ഭരിക്കുന്ന CPMലേക്ക് പെൺകരുത്തുകൾ റിനിയെ സ്വാഗതം അരുളിയതിന് പിന്നിലെ കാരണവും. പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്ന് റിനിയോട് പ്രസംഗത്തിലൂടെയാണ് KJ ഷൈൻ ആവശ്യപ്പെട്ടത്. റിനിയെ പോലുള്ള സ്ത്രീകൾ തങ്ങളോടൊപ്പം ചേരണമെന്നാണ് വനിതാ നേതാക്കളുടെ ഒക്കെ ആവശ്യവും. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒളിയമ്പുകൾ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നത് ഏവർക്കും ബോധ്യമായിട്ടുണ്ടാകും. ഇനിയിപ്പോ റിനിക്കൊരു MLA സ്ഥാനം കൊടുക്കാനും CPM റെഡിയാണ്. അതിനൊരു മുന്നോടി കൂടിയാണ് സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുള്ള CPMന്റെ പെൺകരുത്തെന്ന ഈ തട്ടിക്കൂട്ട് പരിപാടിയും.